അത്ഭുതമായിരിക്കുന്നു. ശ്യാം ഇങ്ങോട്ടൊന്നും വരുന്ന പതിവില്ലല്ലോ. സാധാരണ ഡൊണേഷൻ കൊണ്ടുവരുന്നത് അശോക് വർമ്മ സാറല്ലേ? അല്ല, എന്നെന്താ ഇങ്ങോട്ടൊക്കെ വരണമെന്ന് തോന്നിയത്? യഥാർത്ഥത്തില് കുറ്റം അച്ഛൻ്റെതാ. ഇങ്ങോട്ടൊന്നും വരാൻ അച്ഛൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. തറവാട് വിട്ട കോളേജ്, കോളേജ് വിട്ട തറവാട്, പിന്നെ കുറച്ച് പുസ്തകങ്ങളും. അങ്ങനൊരു സർക്കിളിലാ അച്ഛൻ എന്നെ തളച്ചിട്ടിരുന്നത്. ഇന്നെന്തോ ഇന്ന് പണം ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ എന്റെ കയ്യിൽ തന്നോട്ടു. അല്ല, എണ്ണി നോക്കുന്നില്ലേ? ഇല്ല, അതിപ്പോ വർമ്മ സാർ തന്ന പണമല്ലേ, അതിപ്പോ എണ്ണി നോക്കേണ്ട കാര്യമില്ല. ഇവിടെ വരുന്ന സന്ദർശകർക്കൊക്കെ ഒരു ചുക്ക് കാപ്പി കൊടുത്താ സ്വീകരിക്കാറുള്ളത്. കാപ്പി ഒരെണ്ണം എടുക്കട്ടെ? സോറി, ഇപ്പൊ വേണ്ട, പിന്നൊരിക്കലാവാം. ആയിക്കോട്ടെ. വർമ്മ സാറ് പറഞ്ഞ് ശ്യാമിന്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എനിക്കറിയാം. ശ്യാമിനെ കുറിച്ച് പറയുമ്പോ അദ്ദേഹത്തിന് വല്ലാത്തൊരു ടെൻഷനുണ്ട്. ശ്യാം വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ടെൻഷൻ. വർമ്മ സാറുമായിട്ടുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് ഞാൻ ചോദിക്കുക, വയസ്സുകാലത്ത് വർമ്മ സാറിനും ഭാര്യയ്ക്കും ഒരു മരുമകളെ കൊടുത്തൂടെ? വിവാഹം കഴിപ്പിക്കുക, തറവാട്ട് ഭരണം എന്നെ ഏൽപ്പിക്കുക, എന്നിട്ട് അച്ഛനും അമ്മയും ഉത്തരവാദിത്തത്തിൽ നിന്ന് പിൻവലിയ, ഇതൊക്കെയാണ് അവരുടെ പദ്ധതി. അത് തികച്ചും ന്യായമായൊരു കാര്യമല്ലേ? ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹത്തിന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഇനിയൊക്കെ വിധി പോലെ. വളരെ വളരെ സന്തോഷം. ഇനിയെങ്കിലും വർമ്മ സാറിന്റെ ടെൻഷൻ ഒഴിഞ്ഞ മുഖം കാണുമല്ലോ. ഇവിടുത്തെ അന്തേവാസികളെയൊക്കെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ? വിരോധമോ? ഈ സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ തരുന്നത് വർമ്മ സാറാ.